ഉണ്ടല്ലോ നമ്മൾ വർക്കിലേക്ക് വന്നേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്കിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ട് റൂം കിട്ടാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കടലിൻ്റെ തൊട്ടടുത്ത് തന്നെ റൂം കിട്ടിയില്ല. എന്നാലും കടലിൻ്റെ കുറച്ച് നീങ്ങിയിട്ട് നമുക്ക് ഒരു ഹട്ടാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ എത്തിയ സമയം തന്നെ നമുക്ക് കടൽ കാണാൻ പോകുന്നൊരു സമയമായി. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി നമ്മൾ വേഗം കടൽ കാണാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ ഇരുന്നിട്ടൊരു ചായയൊക്കെ കുടിച്ച് സൂര്യാസ്തമയമൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ നല്ല സ്ഥലം കേട്ടോ. അപ്പോൾ അവിടെ ആ ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെ കുറേ ഫ്രഷ് മീനുകൾ കേട്ടോ. ഞാൻ കണ്ടിട്ടില്ലാത്ത വലിയ വലിയ മീനുകൾ തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് മീൻ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇഷ്ടം കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതാ കൊഞ്ച് കണ്ടില്ലേ, ജീവനുള്ള കൊഞ്ചാണ് കേട്ടോ. മീൻ നമുക്ക് ബാംഗ്ലൂർ ഇല്ലാത്ത കാരണം എനിക്ക് മീനിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കടലൊക്കെ കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് കാണാൻ. ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റിയ നല്ല സ്ഥലം കേട്ടോ. ഇങ്ങനെ ഒന്നും മിണ്ടാതെ നല്ല മൈൻഡൊക്കെ നല്ല ഫ്രീ ആയിട്ടിരിക്കാൻ ഞാൻ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ വീണ്ടും നടന്നപ്പോൾ ഇതാ വീണ്ടും ഫിഷ്, എന്ത് വലിയ മീനാണ്. ഇപ്പോൾ നമുക്ക് ഫിഷിനൊക്കെ വില കൂടുതലുള്ള കാരണം നാട്ടിൽ നല്ല ഫ്രഷ് ഫിഷ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ടോ. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ട് കേട്ടോ ഫിഷൊക്കെ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു കേട്ടോ. അന്ന് നടന്നപ്പോൾ ആ ഭാഗം മൊത്തം ഷോപ്പുകളാണ് കേട്ടോ, പല പല ഷോപ്പുകൾ. എന്നിട്ട് ആ താഴത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ വ്യൂ കണ്ടില്ലേ, എന്താ ഭംഗിയില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. മോനെ ഞങ്ങൾ ബാഗിൽ കയറ്റിട്ടോ. അവന് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇരിക്കണേ. അവനെ ആസ്വദിച്ച ബാഗിൽ അങ്ങനെ ഇരിക്കില്ല എന്നാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ ഇനി കടൽ കാണാൻ വേണ്ടി പോവാം. ആ സൈഡൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ റൂംസാണ് കേട്ടോ. ഈ കടലിൻ്റെ അടുത്ത് തന്നെ നല്ല റൂം കിട്ടി. ഒരു 2-3 ദിവസമൊക്കെ അവിടെ നിന്ന് ഈ കടലൊക്കെ എൻജോയ് ചെയ്താൽ നല്ല രസമുണ്ടാവും. സീസൺ ടൈം ആകുമ്പോൾ നല്ല തിരക്കാവും. മുൻകൂട്ടിയിട്ട് തന്നെ ബുക്ക് ചെയ്യണം കേട്ടോ. സീസൺ ടൈം ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ഈ സീസൺ ടൈമിലാണ് പോയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കുറേ ആൾക്കാർ പല പല സ്ഥലത്തു നിന്ന്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊരു സ്ഥലം ഉണ്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. കാരണം അറിയാതെ പോകുന്നവരുണ്ട്. അങ്ങനെ വർക്കലയിലും കൊല്ലത്തൊക്കെ ഉള്ളവരും ഇവിടെ പോയിട്ടുള്ളവരും ഒക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കൊല്ലത്ത് വർക്കല. ഞാൻ ടൂർ പോയതിൽ എനിക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടത്, ഞങ്ങൾ ഈ കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വർക്കല പോയത് തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, എൻജോയ് ചെയ്തു കേട്ടോ. ഇങ്ങനെ എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കടലിലേക്ക് എപ്പോഴാണ് എത്താമെന്ന് നോക്കിയിട്ട് പീലീസ് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് കടൽ കണ്ട് തിരിച്ചു വരുന്നുണ്ട്. ഞങ്ങൾ കടൽ കാണാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, അതാ കടലിൻ്റെ തൊട്ടടുത്ത വീടുകളൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള വീടുകളും നല്ല സുഖമായിരിക്കും കേട്ടോ. നല്ല ഫുഡും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്, ഫ്രഷ് മീനും എല്ലാ സംഭവങ്ങളും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കടലിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ എനിക്ക് കടൽ കൂടുതലും ഇറങ്ങി കളിക്കണേക്കാളും കൂടുതൽ എനിക്കിഷ്ടം കാണാനാണ്. പക്ഷെ മോള് വന്നതോടുകൂടി മോളുടെ കൂടെ എൻജോയ് ചെയ്യാൻ ഞാനും കൂടെ ഇറങ്ങും കേട്ടോ. അപ്പോൾ മോളുടെ കൂടെ ഞാനും എൻജോയ് ചെയ്യും. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കടൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇരുന്ന് കാണാനാണ് കേട്ടോ ഇഷ്ടം. കടൽ ഇങ്ങനെ ഇരുന്ന് ആ സൂര്യാസ്തമയമൊക്കെ കണ്ട് ആ അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബെലീസ് നല്ല എൻജോയ്മെൻറ്റിലാട്ടോ ടൂറൊക്കെ എൻജോയ് ചെയ്ത് നടക്കുക. അപ്പോൾ ഇത് ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ അവിടെ കുറേ പേര് ബാർഗെയിൻ ചെയ്യാൻ നിൽക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. പക്ഷെ ഞാനൊന്നും നിന്നില്ല കേട്ടോ. ഒരു ചേച്ചിയായിരുന്നു, പാവം തോന്നി. അപ്പോൾ 100 രൂപയ്ക്ക് ഞാൻ വേഗം അത് വാങ്ങിച്ച് വെച്ചു കേട്ടോ. എനിക്കറിയില്ല ഷോപ്പിൽ എത്രയാണ് പുറത്ത് എത്രയാണ് ഒന്നും അറിയില്ല. 100 രൂപയ്ക്ക് വാങ്ങിച്ചു. അവിടെ കുറേ പേര് എന്തിനാണ് ബാർഗെയിൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ ഇതാ അവൾ ആ സാധനമൊക്കെ വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു. ഞാനും പീലീസും കുറേ നേരം കളിച്ചു. ഡ്രസ്സ് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രിപ്പുകൾ കൂടുതലുള്ളത് കൊണ്ട് കുറച്ച് ഇത് ഉണങ്ങാൻ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരിക്കുക. എന്നാലും കുറേ നേരം എൻജോയ് ചെയ്തു കേട്ടോ. പീലീസ് കടൽ കാണാൻ കാത്തിക്കുകയാണ്. വല്ലപ്പോഴൊക്കെയാണ് നമ്മളിങ്ങനെ കടലിലേക്ക് പോകാറുള്ളത്. അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ നമ്മൾ നാട്ടിലെ കടൽ കാണാൻ പോയാലുണ്ട് കേട്ടോ. പിന്നെ എൻജോയ് ചെയ്യാൻ പീലീസിന് കൂടെ പീലീസിൻ്റെ അമ്മൂമ്മ ഉണ്ട്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻജോയ് ചെയ്യാൻ. അമ്മ എല്ലാ കാര്യങ്ങളും നന്നായി എൻജോയ് ചെയ്യുന്ന ആളാണ് കേട്ടോ കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ കൂടെ ഉള്ളത്. പിന്നെ ഞങ്ങളുടെ കാര്യങ്ങളും നന്നായി നോക്കും. അതുപോലെ തന്നെ ടൂറും നന്നായി അമ്മ എൻജോയ് ചെയ്യും കേട്ടോ. അപ്പോൾ മോളുടെ കൂടെ കളിക്കാൻ അമ്മൂമ്മ കൂടിയപ്പോൾ ഞാൻ റെസ്റ്റിലായി കേട്ടോ. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു കൊടുത്തൊരു സൂത്രമാണ്, ഒരു ബോട്ടിൽ അങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ കടൽ വീണ്ടും തിരിച്ച് കൊണ്ടുവരും. അതിൻ്റെ ഇടയിൽ പിന്നെ പീലീസിൻ്റെ വക ഡാൻസും കാര്യങ്ങളുമാണ്. ഒരു മ്യൂസിക്കും ഡാൻസൊന്നും ഇല്ലാതെ ഞങ്ങൾക്കൊരു പണിയില്ല എന്ന് തന്നെ. അപ്പോൾ പിന്നെ ഇതാ ഞങ്ങളുടെ ഡാൻസൊക്കെ കണ്ട് അപ്പോഴേക്ക് രാത്രിയായി കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും നല്ല ഇരുട്ടായി. അപ്പോഴും ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ നേരം കടലിൽ എൻജോയ് ചെയ്തു. പിന്നെ കടലിൽ കുറേ നേരം കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശക്കും, പിന്നെ വയ്യാണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ദൂരത്തേക്കൊന്നും ഇറങ്ങില്ല. നമ്മൾ കടയുടെ അടുത്ത് തന്നെ നിന്നിട്ടാണ് കേട്ടോ ഈ പരിപാടി.
കടലിൻ്റെ അങ്ങോട്ട് പോകാൻ ആരും സമ്മതിക്കില്ല. പിന്നെ ഞങ്ങൾ പോകാറുമില്ല കേട്ടോ, പേടിയാണ്. അപ്പോൾ അത് ഇത്തിരി സ്ഥലത്ത് നിന്നിങ്ങനെ കളിക്കും. അപ്പം ഇനി നമുക്ക് തിരിച്ച് കയറാനുള്ള സമയം നമുക്ക് തിരിച്ച് കയറാം. അപ്പോഴും കുറേ മീനുകൾ, ഈ മീനുകളെ എന്നെ കണ്ട് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ രാത്രി ആയപ്പോഴേക്കും തിരക്ക് വീണ്ടും വീണ്ടും കൂടി തുടങ്ങി. ഇവിടെ തിരക്കില്ല, പക്ഷെ കുറേ അങ്ങോട്ട് ഹോട്ടലുകളിൽ ആൾക്കാർ ഫുഡൊക്കെ കഴിച്ച് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, പാട്ട്, കുറേ പേര് അത് കാണാനിരിക്കണു. ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ. ഞാൻ ഗോവയിൽ പോയിട്ടില്ല, ഗോവയിലെ പോലെയാണ് എന്നാണ് ഞാൻ കേട്ടത്, പക്ഷേ ഗോവയെക്കാളും നല്ലതാണെന്നാണ് കേട്ടോ കേട്ടിട്ടുള്ളത്. അപ്പോൾ പോവാത്തവരുണ്ടെങ്കിൽ ഒന്ന് വർക്കല ബീച്ച് വരെ പോകണം കേട്ടോ, കാണേണ്ടതാണ്. സീസൺ ടൈം ആകുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും, അപ്പോൾ നല്ല രസമുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇനി ഫുഡ് ടൈമാണ്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. ബീഫ് കൊണ്ടാട്ടം, അതുപോലെ ജ്യൂസ്, പിന്നെ പീലീസിന് എന്താണ് ചിക്കൻ സാലഡ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ സാധനങ്ങൾ ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാവർക്കും ഒന്ന് മെല്ലെ മെല്ലെ വിശന്ന് തുടങ്ങി, പ്രത്യേകിച്ച് പിൽസിന് ഭയങ്കരമായിട്ട് വിശന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ഇത് ഫിഷിൻ്റെ ഒരു മൊത്തം സംഭവങ്ങളാണ് കേട്ടോ. പക്ഷേ എനിക്കതിൽ കണവ ഉണ്ടായിരുന്നു, ഞാനത് കഴിച്ചിട്ടില്ല. പക്ഷെ അതിൻ്റെ ആ ടേസ്റ്റ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ബാക്കിയൊക്കെ നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. മോൻ ദേ ഉറങ്ങി. ഞങ്ങളിങ്ങനെ മാറി മാറി മോനെ പിടിക്കും കേട്ടോ. അപ്പോൾ മോനിപ്പോൾ 5 മാസം. അപ്പോൾ 5 മാസത്തിൽ ഞങ്ങൾ അവനെ കൊണ്ട് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് കറങ്ങണം എന്ന് തോന്നുമ്പോൾ, എവിടേക്കെങ്കിലുമൊക്കെ പോകണം എന്ന് തോന്നുമ്പോൾ അപ്പം തന്നെ പോവാം. മക്കളുണ്ടല്ലോ, എങ്ങനെ പോവും എന്നുള്ള ചിന്തകളാണ് കേട്ടോ നമ്മളെപ്പോഴും കുറേ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യിക്കുന്നത്. അത് മാത്രമല്ല, എന്താ പറയുക, പിന്നെ പിള്ളേരോട് നമ്മൾ പറയും നിങ്ങൾ കാരണം എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പോയി, അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെ പറയാൻ ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പോകണം തോന്നിയാൽ പോവുക, യാത്ര ചെയ്യുക. അതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ഇഷ്ടം. അപ്പോൾ കുഞ്ഞുങ്ങളെയും കൂട്ടുക, അവരെയും കൂടെ കൂട്ടിയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതിലും ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അവിടെ കുറേ DJ പാർട്ടിയും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോഴേക്കും പീലീസ് സൈഡായിട്ട് ഉറക്കം വന്നിട്ട് മുത്തശ്ശൻ്റെ തോളിൽ ചാഞ്ഞു തുടങ്ങി. അവിടേക്കും ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോഴേക്കും തിരക്കൊക്കെ കൂടി കുറേ ഡാൻസും കുറേ പേരുടെ പാട്ടും നല്ല നല്ല അടിപൊളി പാട്ടുകളും കുറേ നേരം എൻജോയ് ചെയ്തു കേട്ടോ അവിടെ. എന്നിട്ടാണ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ പോയിട്ട് എൻജോയ് ചെയ്യാം. എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരെ കൂട്ടുക, അങ്ങനെയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ പോയത് ക്രിസ്മസ് ന്യൂ ഇയർ സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു കേട്ടോ. ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നവരും പുറത്തു നിന്നുള്ളവരും പിന്നെ നമ്മുടെ കേരളത്തിലുള്ളവരും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക, എല്ലാവരും പോകാൻ നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. താങ്ക്